നൗഷാദ് റെസിപ്പീസ് പെരുന്ന മണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ഒരു മുട്ട ബിരിയാണിയാണ്. അത് എങ്ങനെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ നോക്കാം. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വീട്ടിൽ നല്ല ടേസ്റ്റോട് കൂടി തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 6 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാത്രം ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് വെച്ച് കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ എണ്ണ വെച്ച് കൊടുക്കാം. അത് മതി. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്കൊരു 20 ഗ്രാം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കോരി മാറ്റാം. ഒരു 15 ഗ്രാമോളം ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇത്ര മതി കേട്ടോ. ഇനി ഒരു മീഡിയം സവാള എടുത്തിട്ട് നൈസാക്കി അരിഞ്ഞത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് വറുത്തെടുക്കാനാണ്. അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കോരി മാറ്റാം. ഇത്രയും ആയാൽ മതി. ഓവറായാൽ കരിഞ്ഞു പോകും. ഇനി ഒരു 3 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ഗോൾഡൻ കളർ വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് എളുപ്പം വാടി കിട്ടാൻ. ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വാടി കിട്ടിട്ടോ. അപ്പോൾ ഉള്ളിലേക്കൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതുപോലെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒരു 10-15 വെളുത്തുള്ളി ഉണ്ടാവും. ഇനി ഒരു 4 പച്ചമുളക് നടുകീറിയതാണ്, അത് ഇട്ട് കൊടുക്കാം. ഇത് എരിവ് കുറവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് 4 ഇട്ടത്. അല്ലെങ്കിൽ 2 ഇട്ട് കൊടുത്താൽ മതി, എരിവ് കൂടുതലുണ്ടെങ്കിൽ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 3 തക്കാളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്തിട്ടാണെന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 2-3 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചതിന് ശേഷം വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടിയിൽ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം, ബിരിയാണി മസാല. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് മുട്ട ബിരിയാണി കിട്ടും ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഈ ഉള്ളി വാടേണ്ട ഒരു സമയമുള്ളൂ ഇതിന്. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഏകദേശം, വലിയ മാറ്റമൊന്നുമില്ല. ഇനി ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇത് മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ഇട്ട് കൊടുക്കാം. അതേപോലെ അത്രക്കും തന്നെ പുതിന ഇട്ട് കൊടുക്കാം. മുട്ട ബിരിയാണിക്കുള്ള നല്ല അടിപൊളി മസാല ഐറ്റം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് മതി. മസാല ഒന്ന് സോഫ്റ്റായി കിട്ടാനുണ്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്.
അപ്പോൾ ഒരു 6 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. ഇതിന് സെൻറ്റർ മുറിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി മസാലയൊക്കെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക. അതേപോലെ ഇനി മുട്ടയുടെ സെൻറ്റർ നമുക്ക് മുറിച്ചിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഫുള്ള് മുട്ട നമ്മൾ വെച്ച് കൊടുത്തു. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വരെ നമുക്കത് അടച്ച് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി കൊടുക്കണം. ഒരു ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അരി വേവിക്കാനുള്ള വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തിളക്കാറായിട്ടോ. ഇത് കുറച്ച് നേരത്തെ വെച്ചതാണ്. അരി ഊറ്റിയെടുക്കുകയാണ്. അതാണ് ഇത്രയും വെള്ളം നമ്മൾ വെച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 10 ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പട്ട ഇട്ട് കൊടുക്കാം. മതി. ഒരു 5 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരിയൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 750 ഗ്രാം 3/4 കിലോ അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബിരിയാണി അരിയാണ് കേട്ടോ. ജോക്കർ എന്ന് പറയും. ഫസ്റ്റ് ക്വാളിറ്റി അരിയാണ്. അപ്പോൾ ഇതിങ്ങനെ എടുക്കുമ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി അരി തന്നെ നോക്കി വാങ്ങാൻ നോക്കുക. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 80% വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇത് അരി ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അരി നമ്മൾ കഴുകി വൃത്തിയാക്കി പിന്നെ ഒരു 10 മിനിറ്റോളം വെള്ളത്തിലിട്ട് വെച്ചാണ് കേട്ടോ. അപ്പോൾ ഊറ്റിയെടുക്കുന്നതുകൊണ്ട് 10 മിനിറ്റോളമൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാം. ഇനി ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞത് നൈസാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. തുറന്നു നോക്കാം. ഇപ്പോൾ ചോറ് ഏകദേശം ഒരു 80% വന്നിട്ടുണ്ട്. ഇനി തീ ഓഫാക്കാം. എന്നിട്ട് നമുക്ക് ഊറ്റിയെടുക്കാം. അപ്പോൾ ചോറ് നമ്മൾ മുഴുവനായും ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി റെസ്റ്റിന് വെച്ച മസാല നമുക്ക് തുറന്നു നോക്കാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം. ഒരു ലെയർ ചോറിട്ട് കൊടുത്തു. ഇനി ഇത് പരത്തി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തീ കത്തിച്ചിട്ടില്ല കേട്ടോ അടുപ്പിൽ. ഇനി ഇതിലേക്ക് കുറച്ച് ബിരിയാണി മസാല കുടഞ്ഞു കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം വറുത്ത് വെച്ചാട്ടത്. കുറച്ച് നമ്മൾ വാട്ടിയെടുത്ത ഉള്ളി ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് പുതിന ഒരു ചെറിയ പിടി ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ലെയർ ചോറ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. അതേപോലെ ഉള്ളി വറുത്ത് ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് പുതിന വിതറി കൊടുക്കാം. ഇതിന് മുകളിൽ കുറച്ചുകൂടെ ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു ടീസ്പൂൺ നെയ്യും ഇട്ട് കൊടുക്കാം. ചൂട് തട്ടുമ്പോൾ അലിഞ്ഞോളൂ കേട്ടോ. അപ്പോൾ തീ നമ്മൾ ലോ ഫ്ലെയിമിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മൂടി കൊടുക്കാം. പിന്നെ അടപ്പ് പരന്ന് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇനി തിളച്ച വെള്ളം നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം ദമ്മിന് വേണ്ടിയിട്ട്. ഈ കനലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. തിളപ്പിച്ച വെള്ളം വെച്ച് കൊടുക്കാം. അപ്പോൾ തീ ഒരു 2 മിനിറ്റോളം കത്തിച്ചതിന് ശേഷം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇത് 20 മിനിറ്റോളം ഇതിങ്ങനെ ഇരിക്കട്ടെ ദമ്മിൽ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് പൊട്ടിക്കാം. അപ്പോൾ ഇത് ഏകദേശം 20 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി കേട്ടോ. നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. കണ്ടോ ഉഷാറായിട്ടുണ്ട്. അടിപൊളി. നമ്മൾ കോഴിമുട്ട പൊട്ടാതെ നമുക്ക് കിട്ടണം. അടിപൊളി ബിരിയാണി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഒന്നും കൂടി
ക്ലിയർ ആവുള്ളൂ. അപ്പോൾ നമ്മുടെ മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ടേസ്റ്റ് നോക്കാം. നല്ല രുചി കേട്ടോ, ഒന്നും പറയില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ തന്നെ നല്ല അടിപൊളി മുട്ട ബിരിയാണിയാണ്. എളുപ്പം സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ കണ്ട പോലെ തന്നെ ഉണ്ടാക്കിയാൽ എളുപ്പമായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിർബന്ധമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.